ഹലോ മക്കളെ, ക്ലാസ് 10 CBSE മക്കൾ എല്ലാവരും തന്നെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞത് സയൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അതിഗംഭീരമായിട്ടാണ് എല്ലാ വിദ്യാർത്ഥികളും ഈ നിമിഷം സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ദിവസം, എണ്ണപ്പെട്ട 5 ദിനങ്ങൾ മാത്രമാണ് നമുക്കിനി സയൻസ് എക്സാമിന് വേണ്ടി ബാക്കിയുള്ളൂ. സോ എല്ലാവരുടെയും സംശയം മാത്രമായിരിക്കും ഇനിയുള്ള 5 ദിവസം എങ്ങനെ പഠിക്കണം, എത്രത്തിൽ പഠിക്കേണ്ട ആവശ്യമാണ് എനിക്കുള്ളത്, ഇനി പഠിച്ചാൽ എനിക്ക് ഫുൾ മാർക്ക് ലഭിക്കുമോ? എല്ലാവരുടെ സ്വപ്നമായിരിക്കും സയൻസിൽ A1 നേടുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടുക. ഒരുപാട് പേർ എക്കാലവും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഫുൾ മാർക്ക് അല്ലെങ്കിൽ A1. ഒന്നും പഠിച്ചില്ലെങ്കിലും സാധിക്കുമോ? ഇതൊക്കെയാണ് പൊതുവെ എല്ലാ വിദ്യാർത്ഥികളും ഈ നിമിഷം മനസ്സിൽ സംശയമായിട്ട് പറയുക. അതൊക്കെ മൊത്തമായിട്ടുള്ള 5 ഡേയ്സ് ഞാൻ 100% പറയുന്നു. ഈ പറയുന്ന 5 ഡേയ്സ് നിങ്ങൾ അതിഗംഭീരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ 5 ദിവസം ഇത്രകാലം നിങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുത്തു, അത് മാറ്റിവെക്കാം, കഴിഞ്ഞു, റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞു. ഈ 5 ഡേയ്സ് ഉണ്ട്. ഈ കാണുന്ന 5 ഡേയ്സ് നിങ്ങൾ ഗംഭീരമായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സയൻസ് എക്സാമിൽ 100% മാർക്ക് ലഭിക്കും. 100% എന്താണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് 5 ഡേയ്സ്, 5 ദിവസം. പക്ഷെ ഒരു വ്യക്തമായ സ്ട്രാറ്റജിയും ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാണ്. നിങ്ങൾ എന്താണ് ഒരു ടൈം ടേബിൾ ആണ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഒരു ടൈം ടേബിൾ ആയിട്ട് വരുന്നു. ഈ കാണുന്ന ടൈം ടേബിൾ എല്ലാവരും ഫോളോ ചെയ്യുക. വളരെ സുഖമായിട്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് തീരുന്നതായിരിക്കും, പഠിച്ചു തീർക്കുന്നതായിരിക്കും. മുന്നോട്ട് പോകുന്നു. യെസ്, ടൈം ടേബിളിലേക്ക്. ഇതാണ് നമ്മുടെ ഒരു 1 ഡേ ടൈം ടേബിൾ. നിങ്ങളുടെ ടൈം ടേബിളും അതുപോലെ തന്നെ സൈലവിന് എങ്ങനെയാണ് ലൈവ് എല്ലാം തന്നെ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ ടൈം ടേബിളും ഈ കാണുന്ന വീഡിയോയിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ കാണുന്ന ടൈം ടേബിൾ എല്ലാവരും ഫോളോ ചെയ്യുക. വളരെ സുഖമായിട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നത്. നോക്കൂ, രാവിലെ എല്ലാവരും 5:30 5:30 എഴുന്നേക്കുക തന്നെ വേണം. 5:30 കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയി എല്ലാവരും എന്താണ് ബ്രഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് എന്താണ് 6 മണിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാൻ ഇരിക്കണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഷിഫ്റ്റ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആദ്യ ഷിഫ്റ്റ് ആണിത്. ഈ പറയുന്നത് ഈ കാണുന്ന ഷിഫ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ല, ഈ കാണുന്ന വീഡിയോ ഇവിടെ എത്തുമ്പോൾ ഞാൻ പറയും എന്താണ് നിങ്ങൾ ഷിഫ്റ്റ് 1 ചെയ്യേണ്ടത്. നിർബന്ധമായിട്ടും ഏതൊരു വിദ്യാർത്ഥിയും ചെയ്യേണ്ട സംഭവമാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പോകും. ഓക്കെ, ആൻഡ് 6 to 8:30 ഒരു 2.5 hours ആണ് നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 2.5 hours എല്ലാവരും നിർബന്ധമായിട്ടും അത്രമേൽ ഗംഭീരമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 8:30 to 9 നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, റിലാക്സ് ചെയ്യാം, കുറച്ചു നേരം റിലാക്സ് ചെയ്യുക, വെറുതെ ഇരിക്കുക കുറച്ചു നേരം. ആൻഡ് 9 നമ്മൾ ആദ്യ ലൈവായിട്ട് വരും സൈലത്തിന്റെ ലൈവ് 1. നിങ്ങൾക്കുള്ള ടൈം ടേബിൾ ഞാൻ എന്തായാലും ഈ കാണുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ലൈവ് 1 വരുന്നു 9 to 12, ഏകദേശം ഒരു 3 hours ലൈവ് ആയിരിക്കും ഉണ്ടാവുക. ഈ കാണുന്ന 3 hours ലൈവിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഏതൊരു വിഷയമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എല്ലാ വിഷയത്തിലെയും എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യും. ഫുൾ കോൺസെപ്റ്റ് തേടി എവിടെ പോണ്ട. ഈ നിമിഷം എന്താണ് ക്വിക്ക് റിവിഷൻ ആവശ്യം. എന്ന് ആലോചിക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഒരു ചാപ്റ്റർ പഠിക്കാൻ എത്ര സമയം വേണ്ടി വരും മക്കളെ? ഞാൻ പഠിക്കുമ്പോഴും ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ എന്താണ് ഒരുപാട് സമയം വേണ്ടി വരും ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ റിവൈസ് ചെയ്യാൻ വേണ്ടി. ഇത് വെറും 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ 10th CBSE സയൻസിലെ ഓരോ വിഷയത്തിന്റെയും, അതായത് ആദ്യ ദിവസം ഫിസിക്സ് ആണ്, സെക്കൻഡ് ഡേ കെമിസ്ട്രി ആണ്, പിന്നെ ബയോളജി ആണ്, ഇങ്ങനെ വ്യക്തമായൊരു സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാ ടോപ്പിക്സും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കോൺസെപ്റ്റ് ഈ പറയുന്ന 9 to 12 എന്ന് പറയുന്ന സമയത്തിൽ പഠിച്ചു തീർക്കുന്നു. എല്ലാത്തിന്റെയും ഫസ്റ്റ് ഫിസിക്സ് പഠിക്കുന്നു. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ആൻഡ് 12 to 2 നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലഞ്ച് ബ്രേക്ക്. സോ പഠിച്ചു, ഒരു ബ്രേക്കിലേക്ക് പോകുന്നു. ഇനി ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ എന്താണ് 2 വീണ്ടും അടുത്ത ഷിഫ്റ്റ് ആരംഭിക്കുന്നു. ആ കാണുന്ന ഷിഫ്റ്റ് എന്താണ് മക്കളെ? അത് പ്രോബ്ലം സെഷന് വേണ്ടി മാത്രം ഡിവോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. എന്തുകൊണ്ട് പ്രോബ്ലം? ബിക്കോസ് ഫിസിക്സിൽ പ്രോബ്ലംസ് ഉണ്ട്. ആ കാണുന്ന പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ വേണം. ഓക്കെ, നമുക്ക് പ്രോബ്ലം മാത്രമല്ല MCQs ഉണ്ട്. അപ്പോൾ പ്രോബ്ലം സെഷൻ, MCQs, നമ്മൾ ഇതെല്ലാം തന്നെ ചെയ്യേണ്ടത് എവിടെയാണ്? എല്ലാം ചെയ്യേണ്ടത് ഈ പറയുന്ന 2 to 3:30. ഇതിന് പുറമെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ സെഷൻ എന്താണ്? ഈ പറയുന്ന 2 to 3:30 എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഫിസിക്സിന്റെ പ്രോബ്ലം സെഷൻ, നാളെ ചെയ്യേണ്ടത് നാളെ കെമിസ്ട്രി ആണ്. നമുക്ക് കെമിസ്ട്രി പ്രോബ്ലംസ് ഇല്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സമയം കേസ് സ്റ്റഡി MCQ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി 100 MCQs വീഡിയോ സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ PDF-ഉം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്താ ചെയ്യേണ്ടത്? ആ കാണുന്ന PDF ഓടിച്ച് വായിക്കുക, ആ കാണുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതാണ് ഏതൊരു വിദ്യാർത്ഥിയും ഈ നിമിഷം നിർബന്ധമായിട്ടും ചെയ്യേണ്ട സംഭവം. MCQs കിട്ടി, കേസ് സ്റ്റഡി കിട്ടി.
ആൻഡ് 3:30 to 4:30 എന്ത് ചെയ്യണം? ഒരു ടീ ബ്രേക്ക് അനിവാര്യമാണ്. ബ്രേക്ക് മുഖ്യം ബിഗിലെ അല്ലെ? എല്ലാവരും എന്താണ് ബ്രേക്ക് എടുക്കണം, ഫുൾ ടൈം പഠിക്കുക. അതല്ല വേണ്ട, ബ്രേക്ക് എടുത്ത് തന്നെ വേണം. ഏതൊരു വിദ്യാർത്ഥി മുന്നോട്ട് പോകാനായിട്ട് കൃത്യമായിട്ട് ബ്രേക്ക് എടുത്ത് പഠിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് വളരെ കൂളായിട്ട് എല്ലാം പഠിച്ച് തീർക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ 3:30 to 4:30 എന്നാണ് ഒരു ടീ ബ്രേക്ക്. ആൻഡ് 4:30 to 6:30 നമ്മുടെ നെക്സ്റ്റ് സെഷനിലേക്ക് വന്നു. ഷിഫ്റ്റ് 2, സെക്കൻഡ് ഷിഫ്റ്റ്. അതായത് വീണ്ടും പഠിക്കാനുള്ള സമയമായി. ഈ സമയം നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? രാവിലെ നമ്മൾ എന്താണ് ഒരുപാട് കോൺസെപ്റ്റുകൾ 9 to 12 ഈ കാണുന്ന ടൈമിൽ നമ്മൾ എന്താണ് ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിച്ചിരുന്നു. ആ കാണുന്ന എല്ലാ കോൺസെപ്റ്റും നിങ്ങളൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യണത് ഈ പറയുന്ന 4:30 to 6:30 2 hours ഉണ്ട്. 3 hours ലൈവ് ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ പഠിച്ചു. ഇനി ക്വിക്ക് റിവിഷൻ എന്താണ് 2 hours നമ്മൾ എല്ലാം ചെയ്യുന്നു. ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്ലൈഡ്സും സൈലത്തിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലഭിക്കും. സൈലത്തിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഞാനിതാ നേരെ തന്നെ ഈ കാണുന്ന വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത ആരെങ്കിലും നിർബന്ധമായിട്ടും ആ കാണുന്ന കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ കയറി സൈലത്തിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്ലാസ് 10 CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യൂ. സൈലത്തിന്റെ എല്ലാ സ്ലൈഡ്സും എല്ലാ നോട്ട്സും എല്ലാം ലഭിക്കുന്നത് കേട്ടോ. ഈ പറയുന്ന MCQs നമ്മൾ എന്താണ് ഓൾറെഡി സൈലത്തിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അങ്ങനെ 4:30 to 6:30 ഒരു വിദ്യാർത്ഥി രാവിലത്തെ ക്ലാസിന്റെ എല്ലാ കാര്യം വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വട്ടം കേട്ടു, ഒരു വട്ടം പഠിച്ചു, ആ സബ്ജക്ട് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. കംപ്ലീറ്റ് കഴിഞ്ഞു. അതായത് ഇന്ന് രാവിലെ നിങ്ങൾ ഫിസിക്സ് ഉണ്ടായിരുന്നു, ഫിസിക്സിന്റെ ലൈവ് കഴിഞ്ഞു. എല്ലാ കോൺസെപ്റ്റും NK സാർ അതിഗംഭീരമായി പഠിപ്പിച്ചു. ആ കാണുന്ന എല്ലാ കോൺസെപ്റ്റും എന്താണ് വീണ്ടും റിവൈസ് ചെയ്യുന്നവിടെ 4:30 to 6:30 എന്ന് പറഞ്ഞ ടൈമിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ആ ചാപ്റ്റർ എല്ലാം വീണ്ടും നമ്മൾ താറവാക്കി. ഇനി ആവശ്യം എന്താണ്? ഇനി ആവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുക? സൈലം ഡേ ലൈവ് 2 ഒരു ദിവസത്തെ സൈലത്തിന്റെ ലൈവ് 2 ആണിത്. ഈ പറയുന്നത് 7 o'clock എല്ലാ ദിവസവും സൈലത്തിന്റെ ക്ലാസ് 10 CBSE യൂട്യൂബ് ചാനൽ ലൈവ് ഉണ്ടാകും. ലൈവ് 2 സൈലത്തിന്റെ ഫാക്കൽറ്റീസ് വീണ്ടും വരും. എന്ത് ഏത് സബ്ജക്റ്റ് ആണോ രാവിലെ ഉണ്ടായിരുന്നത് ആ കാണുന്ന സബ്ജക്റ്റിനെ കറസ്പോണ്ടിംഗ്ലി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായി NCERT എക്സാം ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ബോർഡിൽ ചോദിച്ച മോസ്റ്റ് റിപ്പീറ്റഡ് PYQs ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഇത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒന്നും രണ്ടുമല്ല. ഞാൻ ഒരുപാട് ലൈവ് കാണാറുണ്ട്, എന്താ 1, 2, 3 ചോദ്യം ചെയ്ത് എല്ലാ അധ്യാപകരും. അങ്ങനെയല്ല, സൈലത്തിന്റെ ലൈൻ പ്രത്യേകത മക്കളെ ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ കാണുന്ന ലൈൻ നമ്മൾ എന്താണ് ഒരുപാട് ചോദ്യം ചെയ്യും. ആൻഡ് 7 to 10 മാക്സിമം 3 hours ലൈവ് ഉണ്ടാവുക. ആ പറയുന്ന 7 to 10 നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കംപ്ലീറ്റ് പഠിച്ച് തീർക്കുന്നു. പറ്റാണെങ്കിൽ 10 എന്താണ് 10 to 11 എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം. അതല്ലെങ്കിൽ മോർണിംഗ് 6 to 8:30 എന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന ക്വസ്റ്റ്യൻസും രാവിലെ എടുത്ത കോൺസെപ്റ്റും ഒന്നും കൂടി റിവൈസ് ചെയ്യും നെക്സ്റ്റ് ഡേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറയുന്ന സബ്ജക്ട് 2 വട്ടം റിവിഷൻ ഒരു ദിവസം തന്നെ ചെയ്യും. അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻ എന്താണ് 2 വട്ടം തന്നെ റിവൈസ് കഴിയുന്നു. അപ്പോൾ അത്രമേൽ ഗംഭീരമായിട്ട് നമ്മൾ റിവൈസ് തീർക്കുമ്പോൾ നമ്മുടെ ഈ കാണുന്ന സബ്ജക്റ്റിനകത്തുള്ള എല്ലാതും പഠിച്ച് തീരുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഒരു വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടത്, ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ലൈവ് 1 കണ്ടോ, ലൈവ് 2 എന്തൊക്കെയാണ് സൈലം ലൈവ് 1 ലൈവ് 2 നിങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി പോകുന്നത് നോക്കൂ. ഇതാണ് സൈലത്തിന്റെ ടൈം ടേബിൾ കണ്ടോ. അതായത് 26-ാം തീയതി ഇന്നലെയായിരുന്നു. ഇന്നലെ ബയോളജിയിലെ NCERT എക്സാംപ്ലറും ആക്ടിവിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് CBSE ചോദിക്കാറുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ലൈവ് ഇന്നലെ പോയിരുന്നു. ആൻഡ് ഇന്നുണ്ടായിരുന്നു. ഇന്ന് ഫിസിക്സിന്റെ 2 ലൈവുകളുണ്ട്. ഒന്നാമത്തെ ലൈവ് രാവിലെ 9 മണിക്ക് NK സാർ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എല്ലാ കോൺസെപ്റ്റുകളും പഠിപ്പിച്ചു കഴിഞ്ഞു. വൈകുന്നേരം ശബരി സാറും മുഫീദ മുസും വന്ന് ആ കാണുന്ന ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ്, most repeated PYQs and most important questions of that chapters of that subjects and ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും എല്ലാ ഇമ്പോർട്ടന്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് മാത്രമായിരിക്കും ശബരി സാറും മുഫീദ അമസും ലൈവിൽ നിന്ന് ഇറങ്ങുക. ആ കാണുന്ന ക്വസ്റ്റ്യൻസ് മതി, ഒരു പിടി ക്വസ്റ്റ്യൻസ്. അപ്പൊ കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഫിസിക്സ് കംപ്ലീറ്റ് ഇന്ന് രാത്രി പഠിച്ച് തീർക്കുന്നു. ആൻഡ് നാളേക്ക് വരുമ്പോൾ നാളെ പോകുമ്പോൾ നോക്കിയാൽ നാളെ രാവിലെ കെമിസ്ട്രിയാണ്.
കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും അതിഗംഭീരമായിട്ട് രാവിലെ 9 മണി മുതൽ 12 മണി വരയ്ക്കുള്ളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മിഥുല മിസ്സും അതുപോലെ ഷഫീഖ് സാറും അനുശ്രീ മിസ്സും എല്ലാവരും വന്ന് നിങ്ങൾ പഠിപ്പിക്കും മാരത്തോണിലെ. ആൻഡ് വൈകുന്നേരം 7 മണിക്കോ? വൈകുന്നേരം 7 മണിക്ക് NCERT എക്സാംപിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് മോസ്റ്റ് റിപ്പീറ്റഡ് PYQസുമായിട്ട് ഇവർ തന്നെ വൈകുന്നേരം വരും. മിഥുല മിസ്സും ഷഫീഖ് സാറും അതുപോലെ തന്നെ അനുശ്രീ മിസ്സും. ഈ കാണുന്ന 3 പേരും എന്നാണ് അതിഗംഭീരമായിട്ട് ഈ കാണുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പഠിപ്പിക്കും. നെക്സ്റ്റ് ഡേ 29th വരുമ്പോൾ ബയോളജിയുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മാരത്തോൺ ലൈവുമായിട്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമുക്കറിയാം 5 പാഠമുണ്ട്. 5 പാഠവും അതിഗംഭീരമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട അക്ഷയ് സാറും അതുപോലെ തന്നെ പ്രിറ്റി മിസ്സും വരുന്നുണ്ടാവും. മാരത്തോണുമായിട്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ പഠിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവർ 9 മണി ലൈവ് അവസാനിപ്പിക്കുള്ളൂ. ആൻഡ് വൈകുന്നേരം 7 മണിക്ക് ഡയഗ്രാം ബേസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓൾറെഡി NCERT എക്സാമ്പിൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ആ കാണുന്നതെല്ലാം മാറ്റിവെച്ചു. ബാക്കി എന്താ ഉള്ളത്? ഒരുപാട് PYQs, മോസ്റ്റ് റിപ്പീറ്റഡ് PYQs അത്രമേൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്ന് സൈലം എക്കാലം പറഞ്ഞുകൊണ്ട് ഞാൻ എക്കാലം പറയാറുണ്ടെന്നാണ് PYQs പഠിക്കണം. എന്തുകൊണ്ടാ? ആ കാണുന്ന PYQസിന്റെ ടൈപ്പുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാം ചോദിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി PYQ സീരീസ് സൈലം ആരംഭിച്ചത്. നിങ്ങൾക്ക് വേണ്ടി 100 MCQ സീരീസ് ആരംഭിച്ചത്. എന്തിനു വേണ്ടിയാ? അത് എക്സാമിന് ചോദിക്കുന്ന MCQ ഓൾറെഡി പ്രിഡിക്റ്റബിൾ ആണ്. അത് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഓരോ വിഷയത്തിന്റെയും 100 MCQ ചെയ്തു. ഓരോ വിഷയത്തിന്റെയും കംപ്ലീറ്റ് PYQ സീരീസ് സൈലം കംപ്ലീറ്റ് ചെയ്തു. ഇത്തരത്തിലാണ് നമ്മൾ നമ്മുടെ ഓരോ ലൈവുകളും നിങ്ങൾക്ക് വേണ്ടി സ്ട്രക്ചേർഡ് ആയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്തുള്ള PYQs ചെയ്ത് പിടിക്കണം. അതിനുവേണ്ടി എന്താണ് വൈകുന്നേരം 7 മണിക്ക് അല്ലെ. അങ്ങനെ നമ്മുടെ 29 കഴിഞ്ഞു 30ലേക്ക് വരുന്നു. സോറി 30 ഇല്ല, 1-ാം തീയതിക്ക് വരുന്നു. 1-ാം തീയതി ഓൺലി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ കാണുന്ന കോൺസെപ്റ്റുകളും ആ കാണുന്ന കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി വേറെ സമയം ഉണ്ടായിരുന്നു. ആ കാണുന്ന സമയം നമ്മൾ എന്താണ് അധികം യൂട്ടിലൈസ് ചെയ്തു. 150 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ആവശ്യമുള്ള എല്ലാം MCQs ഉണ്ടാകും, കേസ് സ്റ്റഡി ഉണ്ടാകും, അസർഷൻ റീസൺ ഉണ്ടാകും, 2 മാർക്ക് ഉണ്ടാവും, 3 മാർക്ക് ഉണ്ടാവും, ഡയഗ്രാം ബേസ്ഡ് ഉണ്ടാവും, 5 മാർക്ക് ഉണ്ടാവും. അങ്ങനെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമായിരിക്കും സൈലത്തിന്റെ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് 150 ക്വസ്റ്റ്യൻസ് ആയിട്ട് സൈലം വരുന്നത്. 150 ചോദ്യം. 50 questions from physics, 50 from chemistry and 50 from biology. ഇങ്ങനെ 3 സ്ട്രീമിൽ നിന്ന് അതിഗംഭീരമായിട്ടുള്ള 50 ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ് ഉണ്ടാവും. നിതിൻ സാർ ഉണ്ടാവും, ജസീൽ സാർ ഉണ്ടാകും, ശബരി സാർ ഉണ്ടാകും, മുഫീദ മിസ് ഉണ്ടാകും, അതുപോലെ തന്നെ മിഥുല മിസ് ഉണ്ടാവും, ഷഫീഖ് സാർ ഉണ്ടാകും, എല്ലാവരും ഉണ്ടാവും, പ്രിറ്റി മിസ് ഉണ്ടാവും, അക്ഷയ് സാർ ഉണ്ടാവും. എല്ലാവരും വന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന 150 അതിഗംഭീരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇതാണ് നിങ്ങൾ ഏതൊരു വിദ്യാർത്ഥിയും എക്സാമിന് തലേദിവസം ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന്റെ തൊട്ട് മുമ്പ് കാണേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയാണ് സൈലത്തിന്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി സൈലം പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യൂ, ട്രസ്റ്റ് ചെയ്യൂ. വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന 5 days കൊണ്ട് കംപ്ലീറ്റ് സിലബസ് പഠിച്ചു തീർത്ത് കംപ്ലീറ്റ് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം പഠിച്ചുകൊണ്ട് നമുക്ക് എക്സാമിന് വേണ്ടി സമീപിക്കാൻ സാധിക്കും. സയൻസ് ഇത്ര മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. 100% ഉറപ്പിക്കാം. സോ നമുക്ക് നമ്മുടെ ലൈവ് വെച്ച് വീണ്ടും കണ്ടുമുട്ടാം. Till then, bye all. Thank you all and signing off Afnas AK from Xylem Learning. മക്കളെ മറക്കരുത്, ഓരോ ലൈവിന്റെ ടൈമും എല്ലാ ലൈവിലും എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക. വളരെ സുഖമായിട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ സയൻസിനകത്ത് A1ലേക്ക് നടന്നു. ഞങ്ങളെക്കാരും ഒപ്പം തന്നെ ഉണ്ടാകും. ഓക്കെ, ബൈ. താങ്ക് യു.